ഒരു MLA എന്നുള്ള നിലക്ക് ഞാൻ അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങളുടെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് സത്യം പറഞ്ഞാൽ ആർദ്രം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന പാവങ്ങളായ ഒരുപാട് ആളുകൾ, വൃദ്ധന്മാർ, വികലാംഗർ, വോട്ട് സമ്പാദിച്ച കുട്ടികൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവർക്കൊക്കെ അർഹതപ്പെട്ട പലതും രാജ്യത്തുണ്ട്, നിയമത്തിനകത്തുണ്ട്. പക്ഷെ അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഫോർമാലിറ്റികൾ മറികടക്കാൻ അവർക്കൊന്നും കഴിയായിരുന്നില്ല. അപ്പൊ അവരെ സഹായിക്കുക എന്നുള്ള ഒരു പരിശ്രമമായിരുന്നു ആർദ്രം എന്ന് പറയുന്നത്. രണ്ടാമത്, ഗവൺമെന്റ് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെന്റിനും ജനങ്ങൾക്കൂടെയുള്ള ഒരു ബ്രോക്കറുടെ പണിയല്ല ഒരു MLAയുടെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടെ സഹായിക്കാൻ സന്നദ്ധരായ ആളുകളുടെ സഹായം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, സത്യം പറഞ്ഞാൽ ഒരു ജനകീയമായ ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. അത് വഴി ഒരുപടി ആളുകളുടെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞു. 5 വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ റോഡുകളും പാലങ്ങളും അഴീക്കൽ പോർട്ടും ഒന്നുമല്ല. ഈ മണ്ഡലത്തിലെ പാവങ്ങളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, നിരാശ്രയരായിട്ടുള്ള ഈ പാവങ്ങളുടെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്.